ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 3 സ്റ്റെപ്പിൽ നമുക്കൊരു അടിപൊളി ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യാം. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഓട്സ് ആണ് കേട്ടോ. ഓട്സ് കുറച്ച് നമ്മൾ പൊടിച്ച് അതിൻ്റെ പൊടി എടുത്ത് വെക്കുക. ഇത് 3 സ്റ്റെപ്പ് നമ്മൾ ഈ ഓട്സിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വലിയ വില കൊടുത്ത് ഫേഷ്യൽ ചെയ്യുന്നതിനേക്കാളും അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലം ഫേഷ്യലാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് മുഖം തിളങ്ങുന്നത് കാണാം. നല്ല കളറും വരും, അതേപോലെ തന്നെ നല്ല തിളക്കവും വരും. അപ്പോൾ ഞാനിത് ഓട്സിൻ്റെ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വൈറ്റ് ഓട്സാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂണ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓട്സിൻ്റെ കാര്യം അറിയാമല്ലോ, നമ്മളിത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു ടൈറ്റ് ആകുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. നമ്മൾ ഈ 2 സാധനം ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മുഖം ഒന്ന് കഴുകിയതിന് ശേഷം ഈ ഒരു പാക്ക് നമ്മൾ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 മിനിറ്റ് മസാജ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 സ്റ്റെപ്പ് ഫേഷ്യലാണ് ഇതെന്ന്. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 2 മിനിറ്റ് 2 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ മൊത്തം 6 മിനിറ്റ് നമ്മളിതിൽ മസാജിങ് തന്നെ ഉണ്ട്. അപ്പോൾ 6 മിനിറ്റ് ഒരുമിച്ചിട്ടല്ല, ഫസ്റ്റ് സ്റ്റെപ്പിൽ 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പ്രത്യേകം മസാജ് ചെയ്യുന്ന കാര്യം എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ മസാജിങ്ങിലാണ് നമ്മുടെ ഈ ഫേഷ്യലിൻ്റെ റിസൾട്ട് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊരു പാർട്ടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ സമയമില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ മുഖയിലൊന്ന് ഡള്ളായിട്ടുള്ളതെങ്കിൽ അടിപൊളിയായിട്ട് മുഖം തിളക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 6 മിനിറ്റ് ഈ മസാജിങ്ങിനും പിന്നെ നമ്മളെ ഫേസ് പാക്ക് ഇട്ടിട്ടുള്ള ഒരു 20 മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്ത പോലെ തന്നെ ഉള്ള നിറവും തിളക്കവും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 2 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ സർക്കുലാർ മോഷനിൽ നമ്മുടെ മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് കഴുകിക്കളയാം. ഇതിങ്ങനെ വെച്ചിരിക്കുകയൊന്നും ചെയ്യേണ്ട, 2 മിനിറ്റ് മസാജ് കൊടുക്കുക, നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വെള്ളത്തിൽ ഒന്നങ്ങ് കഴുകിക്കളയുക. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ആ കഴുകിയത് ഒന്നങ്ങ് തുടച്ചാളിയ. ആ ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുമ്പം തന്നെ നല്ലൊരു ഗ്ലോ മുഖത്ത് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു സ്ക്രബിങ് ആണ്. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ മുഖം ജസ്റ്റ് ഒന്ന് ആവി കൊള്ളുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി സ്ക്രബിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞാൻ 1 ടീസ്പൂണോളം ഓട്സും അതിലേക്ക് റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് റോസ് വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാലിൽ വേണമെങ്കിൽ ഇത് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ സ്കിൻ ടൈപ്പിന് സൂട്ടാകുന്ന എന്ത് വേണമെങ്കിലും എടുക്കുക. നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ എടുക്കുക. ചിലർക്കൊന്നും തേനൊന്നും സൂട്ടാവില്ല. അപ്പോൾ നിങ്ങളെ സ്കിൻ ടൈപ്പിന് സൂട്ടാകുന്ന എന്ത് സാധനം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രബ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായ സ്ക്രബിങ്ങിന് 2 മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് നമ്മുടെ മൂക്കിൻ്റെ ഭാഗം അതേപോലെ നമ്മുടെ താടിയുടെ ഭാഗത്തെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ആയി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ആവി പിടിച്ചിട്ട് ഈ ഒരു സ്ക്രബിങ് ചെയ്യാനാണെങ്കിൽ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് റിമൂവ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും ഒന്ന് അത് ആവി പിടിക്കുന്നത്, അതായത് മുഖമൊന്നും പൊള്ളിപ്പോകാണ്ട് നോക്കുക കേട്ടോ. കുറച്ച് ചൂടിൽ ഒന്ന് ആവി പിടിക്കുക, മുഖമൊന്നും പൊള്ളിപ്പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സ്ക്രബിങ്ങും 2 മിനിറ്റ് ഇതേപോലെ നല്ലോണം ഒന്ന് മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും എത്ര റിസൾട്ട് ഉണ്ട് ഇതിന് എന്നുള്ളത്. അപ്പോൾ ഇത് സ്ക്രബിങ്ങും ഞാൻ 2 മിനിറ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതും ഒന്ന് കഴുകിക്കളയാം. ഇതും ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകി കളഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, മൂക്കിൻ്റെ ഭാഗത്തുനിന്നും ആ താടിയുടെ ഭാഗത്തിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം ഒന്ന് പിന്നെ മാറ്റിയെടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ പാക്ക് ഉണ്ടാക്കുന്നതാണ്. അതിന് നമ്മൾ 1 ടീസ്പൂൺ ഓട്സ് പൊടി, പിന്നെ വേണ്ടത് മുൾത്താണി മിട്ടിക്ക് പകരം നിങ്ങൾക്ക് കടലമാവ് എടുക്കുക, പിന്നെ വേണ്ടത് കോഫി പൗഡർ, പിന്നെ തൈരും കൂടി ഇട്ടിട്ട് ഈ ഒരു പാക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ മുൾത്താണി മിട്ടി, ചന്ദനപ്പൊടി ഇതിലെല്ലാം ഏറ്റവും അടിപൊളി റിസൾട്ട് ഉണ്ടാകുക. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ അരിമാവ് യൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും റിസൾട്ട് ചന്ദനപ്പൊടി അല്ലെങ്കിൽ മുൾത്താണി മിട്ടിയിലാണ് ഉണ്ടാകുക. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്യുക, നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് വേണ്ടുന്നതനുസരിച്ചിട്ടുള്ള ഏത് പ്രൈസിനും അത് അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിലോ ആയുർവേദ ഷോപ്പിലോ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതും
2 മിനിറ്റ് ഈ ഒരു പാക്കും നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 മിനിറ്റ് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 20 മിനിറ്റ് നിങ്ങൾ ഫേസിൽ വെക്കണം കേട്ടോ. 20 മിനിറ്റിന് ശേഷമാണ് നിങ്ങളിത് കഴുകി കളയേണ്ടത്. ഇനി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അതും നല്ലത് തന്നെയാണ്. അപ്പോൾ 2 മിനിറ്റ് മസാജിങ് എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. 2 മിനിറ്റ് മസാജ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളിത് ഡ്രൈ ആകുന്നത് വരുമോ, അല്ലെങ്കിൽ 20 മിനിറ്റോ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് കഴുകിക്കളയാം. ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി 20 മിനിറ്റിന് ശേഷം ഞാനിത് കഴുകിക്കളയും. അപ്പോൾ ഇത് 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഇത് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാനിത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ചെയ്തതിന് ശേഷമുള്ള ഒരു വ്യത്യാസം. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും, അതേപോലെ തന്നെ നല്ലൊരു തിളക്കം വരാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നമ്മുടെ ഉള്ള നിറത്തിനേക്കാളും 1-2 ഷെയ്ഡ് കൂടുതൽ നിറം കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേഷ്യലാണിത്. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വളരെ നല്ല റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും കമൻറ്റ് അടിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്